ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. പിന്നെയാണ് ഇത് പ്രശ്നം കൂടുതലാവുമ്പോഴാണ് നമ്മളെടുത്ത് വരിക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മൂത്രത്തിലെ കല്ല് അല്ലെ അഥവാ കിഡ്നി സ്റ്റോൺ, പിത്തസഞ്ചിയിലെ കല്ല് എന്നിങ്ങനെ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ലുണ്ടാവുന്ന എത്ര പേർക്ക് അറിയാം? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഉമിനീർ ഗ്രന്ഥിയിലുള്ള കല്ലുകൾ നമ്മൾ പലപ്പോഴും കാണാറില്ല, കേൾക്കാറില്ല. പക്ഷേ കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ENT ഡോക്ടർ എന്നുള്ള നിലക്ക് ഞാൻ ഈ ഒരു ഉമിനീർ ഗ്രന്ഥിയിലുള്ള കല്ലിനെ കുറിച്ച് എനിക്ക് പലപ്പോഴും തോന്നാറ്, പലപ്പോഴും അത് ഡയഗ്നോസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. നമ്മുടെ പേഷ്യൻസ് ചിലപ്പോൾ വരുന്ന സിംറ്റംസും പലപ്പോഴും ഒരു ഡയറക്റ്റ് സിംറ്റംസ് ആയിരിക്കില്ല. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ തടിപ്പ് വരുന്നു, ചെറിയ വേദന വരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡയഗ്നോസിസ് മാറിപ്പോവാം. അവർ ഇനീഷ്യൽ സ്റ്റേജിലാവുന്ന വലിയൊരു പ്രശ്നമാക്കി എടുക്കില്ല. പിന്നെയാണ് ഇത് പ്രശ്നം കൂടുതലാവുമ്പോഴാണ് നമ്മളെടുത്ത് വരിക. അപ്പോൾ സാധാരണ ഇതിൽ ഉമിനീർ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഉമിനീർ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. ഉമിനീർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ, നമുക്ക് സംസാരിക്കാൻ, നമ്മുടെ വായയിൽ ബാക്ടീരിയയും ബാക്കിയുള്ള ഗ്രോത്ത് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ, പലതിനും നമുക്ക് ഉമിനീര് വേണം. ഉമിനീർ ഇത്തിരി നമ്മുടെ തൊണ്ടൊന്ന് ഡ്രൈ ആയാലേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. മെയിൻ ഗ്രന്ഥികൾ എന്ന് പറയുന്ന പരോട്ടിഡ് ഗ്ലാൻഡും സബ് മാൻഡിബുലർ ഗ്ലാൻഡും സബ്ലിംഗ്വൽ ഗ്ലാൻഡുമാണ്. അത് കൂടാതെ 600 മുതൽ 1000 വരെ ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഉമിനീർ ഗ്രന്ഥികൾ നമ്മുടെ വായൻ്റെ അകത്തും തൊണ്ടയുടെ അകത്തും ഒക്കെ ആയിട്ടുണ്ട്. ഈ ഉമിനീർ ഗ്രന്ഥികളിൽ പല അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ ഉമിനീർ ഗ്രന്ഥിയിൽ ഇടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഉമിനീർ ഗ്രന്ഥിയിലെ കല്ല്, അതാണ് വേറൊരു കാരണം ഉമിനീർ ഗ്രന്ഥിയിൽ ഇൻഫെക്ഷൻ വരാനും ഉമിനീർ ഗ്രന്ഥിയിൽ വേദനയും വീക്കവും വരാനും ഒക്കെ ഉള്ളത്. പിന്നെ ഉമിനീർ ഗ്രന്ഥിയിൽ ചിലപ്പോൾ ട്യൂമേഴ്സ് വരാം. അത് ക്യാൻസറുള്ള ട്യൂമേഴ്സ് പോലും ഉമിനീർ ഗ്രന്ഥിയിൽ വരാം. ഇത്തരം വ്യത്യസ്തത്തിലുള്ള ഉമിനീർ ഗ്രന്ഥിയിലുള്ള പ്രശ്നങ്ങൾ അത്ര കോമൺ അല്ലെങ്കിലും നമ്മൾ ENT പ്രാക്ടീസിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്.